ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് 408 റൺസിന്റെ തോൽവി. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണിത്. ഇന്ത്യയുടെ 93 വർഷത്തെ ചരിത്രം നോക്കിയാൽ റൺസുകളുടെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയാണിത്. ആദ്യമായാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ 400-ലേറെ റൺസിന്റെ വലിയ തോൽവി ഉണ്ടാകുന്നത്. 2004 നാഗ്പൂരിൽ ഓസ്ട്രേലിയക്കെതിരെ 342 റൺസിന് തോറ്റതായിരുന്നു ഇതിനു മുമ്പത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. 2006 പാകിസ്ഥാനെതിരെ കറാച്ചിയിൽ 341 റൺസിനും 2007 ഓസ്ട്രേലിയക്കെതിരെ 303 റൺസിനും 2017 ഓസ്ട്രേലിയക്കെതിരെ പൂനെയിൽ 303 റൺസിനും 1996 കൊൽക്കത്തയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 329 റൺസിനും ഇന്ത്യ തോറ്റിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ റൺസുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെസ്റ്റ് ജയമാണ് ഇന്ന് ഗുവാഹത്തിയിൽ ഇന്ത്യക്കെതിരെ നേടിയത്. 2018 ഓസ്ട്രേലിയക്കെതിരെ ജോഹന്നാസ്ബർഗ് ടെസ്റ്റിൽ 492 റൺസിന് ജയിച്ചതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് ജയം. ടെസ്റ്റിൽ പരാജയമറിയാത്ത നായകൻ എന്ന റെക്കോർഡ് നിലനിർത്താനും ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെംബോ വൗമയ്ക്കായി. ഇന്ത്യയിൽ രണ്ടാമത്തെയും 25 വർഷത്തിനിടെ ആദ്യത്തെയും ടെസ്റ്റ് പരമ്പര ജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. 2000 ഹാൻസി ക്രോണോയുടെ നേതൃത്വത്തിലിറങ്ങിയ ദക്ഷിണാഫ്രിക്കയാണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെ തൂത്തുവാരിയത്. ഗുവാഹത്തിയിലും ജയിച്ച് പരമ്പര തൂത്തുവാരിയതോടെ ഇന്ത്യയിൽ 2 വട്ടം പരമ്പര തൂത്തുവാരുന്ന ആദ്യ ടീം എന്ന റെക്കോർഡും ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വന്തം. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര 2.0 തൂത്തുവാരി ദക്ഷിണാഫ്രിക്ക. കഴിഞ്ഞ മാസം പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര 1.1 സമനിലയാക്കിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിനോട് 0-3 പരമ്പര തോറ്റ് നാണം കെട്ട ഇന്ത്യ ഒരു വർഷത്തിനിടെ രണ്ടാം തവണയാണ് സമ്പൂർണ്ണ തോൽവിക്ക് വഴങ്ങുന്നത്. 2 വട്ടവും ഗൗതം ഗംഭീർ ആയിരുന്നു ഇന്ത്യയുടെ പരിശീലകൻ. ഇതോടെ നാട്ടിൽ 2 ടെസ്റ്റ് പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി വാങ്ങുന്ന ആദ്യ പരിശീലകൻ എന്ന നാണക്കേടും ഗംഭീറിനാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.